Hello. Hello. Good morning. Hello. Can you hear me? Hello. 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 കേൾക്കാമോ? Sure. സോ നമ്മൾ അത് കഴിഞ്ഞിരുന്നോ? നമുക്ക് ഇന്ന് അത് നോക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതാണ് നമ്മുടെ കാർഡിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ലൈക്ക് ഇഫ് someone can show that, let's do that. And നമുക്ക് ആ പ്രൊജക്റ്റിന്റെ ഡിസ്കഷൻ കൂടെ ചെയ്ത് OCRന്റെ ടോപ്പിക് ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ. ഹലോ. Sir. എന്തായി സ്റ്റാറ്റസ് കഴിഞ്ഞോ? സാറേ ഏകദേശം ഇതുപോലെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ഫിഫയുടെ ആ ഒരു ഫയലില്ലേ, ഏതാ കാർഡ്? ആ കാർഡിന്റെ ആ ഫയൽ, അപ്പൊ ഈ നെയിമിന്റെ മാത്രമേ എക്സ്ട്രാക്ട് ആയിട്ടില്ലായിരുന്നു. ഇതുപോലെ ബാക്കിയെല്ലാം എക്സ്ട്രാക്ട് ആയി കറക്റ്റ്. അതാണ് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല, ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മറ്റേ ആ ബഫറിന്റെ വിഷയം തോന്നുന്നു. ഓക്കെ, ആവാം. സോ ഐ മീൻ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തതൊക്കെ ഒന്ന് ഡെമോ ചെയ്യാമോ? ലൈക്ക് നമ്മളൊരു പ്രൊജക്ട് പോലെ പറഞ്ഞല്ലേ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. സോ ഒന്ന് ക്യാൻ anyone ഷെയർ ദ സ്ക്രീൻ ആൻഡ് ഡു ഇറ്റ് എന്നുള്ളതായിരുന്നു ഇന്നലെ പറഞ്ഞത്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. സോ വിൽ കംപ്ലീറ്റ് ഇറ്റ് ടുഡേ. ഓക്കെ. So if anyone is ready to do it, please start it. And screen share stop ചെയ്തിട്ടുണ്ട്. So if anyone want to share.
ഹലോ യെസ്. സർ, ഞാനത് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ റൺ ചെയ്തിട്ട് ഓക്കെ ഓക്കെ മേ ബി. കറക്റ്റ് ഒന്നുമല്ല, എനിക്ക് കറക്റ്റ് പ്രൊഡിക്ഷൻ ഒന്നും നടക്കണില്ല. ഓക്കെ, ലെറ്റ്സ് സീ. അതുപോലെ തന്നെ നമുക്ക് ആ ഓപ്പൺ സി ബിയുടെ ഒരു പ്രോഗ്രാം അതിന്റെ ഒന്ന് നോക്കാം. ആക്ച്വലി എന്റെ പ്രോഗ്രാം ഇല്ല ഓപ്പൺ സി ബിയുടെ, ബിക്കോസ് ഇന്നലെ എന്റെ കുറെ ഫയൽസ് പോയി. ഞാൻ ഓപ്പൺ സി ആണ് പറഞ്ഞത്. ഓപ്പൺ സി ബിയുടെ എന്ന് പറഞ്ഞാൽ ഏതാ? അറ്റൻഡൻസ് നമ്മുടെ ഇമേജിന്റെ വീഡിയോ നമ്മൾ ഒന്നും ചെയ്തില്ലേ? മറ്റത് ഞാൻ ചെയ്തിട്ട് സ്റ്റക്കായി. അതായത് എനിക്ക് എല്ലാ വാല്യൂസും കിട്ടുന്നില്ല. ആദ്യം എനിക്ക് കുറെ വാല്യൂസ് എൻ്റർ ആയി. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാ വാല്യൂസും കിട്ടുന്നില്ല എന്നുള്ളത് ഓക്കെയാണ്. നോക്കാം. കാണാൻ പറ്റുമോ സ്ക്രീൻ? കാണാം. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്തത്. മറ്റേ നമ്മുടെ വീഡിയോ ക്യാപ്ചറിങ് അതിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള. അതെ. ഔട്ട്പുട്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ഇതിൽ വരും. അമ്മ എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്ത് വരുന്നത്. സ്ക്രീനിൽ തന്നെ വരും. പക്ഷെ അതിപ്പോ കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇപ്പൊ റൺ ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത്. ഇതാണ് എന്റെ കോഡ് മെയിൻ ആയിട്ടുള്ളത്. അത് ജസ്റ്റ് നമ്മള് ക്ലാസിഫയർ ഫേസ് കാസ്കേഡ് ചെയ്തു. പിന്നെ ഇതില് വീഡിയോ ക്യാപ്ചർ ചെയ്യാണ് ഈ ഒരു പോർഷൻ. താഴത്താണ് നമ്മൾ ചെയ്തത് തന്നെയാണ് ചെയ്തേക്കണേ. LBPH ഇത് തന്നെയാണ് ചെയ്തേക്കണേ. ഇത് വെച്ച് ഫേസ് റെക്കഗ്നൈസർ മാത്രമേ എടുത്തുള്ളൂ ഞാൻ. ഇത് തന്നെ കിട്ടിയപ്പോ കുറച്ച് സമയം എടുത്തു, അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്തേക്കണേ. പിന്നെ ഇമേജ് അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചെയ്തത് ജസ്റ്റ് വീഡിയോന്ന് നമ്മൾ ഫ്രെയിം ക്യാപ്ചർ ചെയ്തു, അതിനെ ജസ്റ്റ് ഗ്രേയിലേക്ക് മാറ്റി. ദെൻ ഓരോരുത്തരുടെ ഇത് ലോഡ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇവിടെ മോഡാണ് മെയിൻ കോഡ്. നമ്മൾ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ഓരോ ഇതിൻ്റെയും റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതാണ്. നെക്സ്റ്റ് ഇത് ഞാൻ കൊടുത്തേക്കുന്ന ഈ ലേബലൊക്കെ കൊടുത്തേക്കുന്ന ഓരോ നമ്മൾ ചെയ്തില്ല, ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ഫോൾഡർ നെയിംസ് ഉണ്ടല്ലോ, ആ നെയിംസും ഇതുമായിട്ട് മാപ്പ് ചെയ്തതാണിത്. ഞാൻ പറഞ്ഞു അന്ന് 13 ഇമേജ് ഞാൻ എടുത്തുള്ളൂ. പ്ലേയേഴ്സിന്റെ അല്ല, ഇതിൽ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് ചെയ്തതാണ്. മറ്റേ ക്രോപ്പ് ചെയ്തെടുത്തപ്പോ കറക്റ്റ് ആവാത്തോണ്ട് മാനുവലി എടുത്ത് ചെയ്താണ്. അപ്പൊ അത്ര കാരണം ഒരു സമയം എടുത്തോണ്ട് സെയിം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താണ്. ഇതാണ് ജസ്റ്റ് ഫോണ്ട് പുട്ടെക്സ് എടുത്ത് നമ്മുടെ ഈ നെയിം വരാൻ വേണ്ടിയിട്ടാണ്. നെയിം അതിൽ വരാൻ വേണ്ടിയിട്ട് അത് വന്നു എനിക്ക്. പക്ഷെ പറഞ്ഞത് ഇപ്പം എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞങ്ങൾ 4 പേരുടെ ചെയ്തത്. ഇവിടെ കൊടുത്തേക്കുന്ന ഓക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ഡെമോ ചെയ്തപ്പം ഈ സെയിം കോഡ് തന്നെയാണ് റൺ ചെയ്ത്. അപ്പൊ എനിക്ക് എന്റെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെയും രഞ്ജിത്ത്, ശിവേൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് തിരക്കിൽ ചെയ്യുന്നുണ്ടാവുന്നറിയില്ല. ജസ്റ്റ് ക്വിറ്റ് ആവുമ്പോ നമ്മൾ എക്സിറ്റ് ആവുമ്പോ അതിനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ട്രെയിൻ ചെയ്തേക്കണ യൂസിങ് LBPH ഫേസ് റെക്കഗ്നൈസർ. ദെൻ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഫോൾഡറിലൂടെ ഒന്ന് വാക്ക് ത്രൂ ചെയ്തിട്ട് ഫൈൻഡിങ് ഔട്ട് ദ റൂട്ട് നെയിം, ദെൻ ലേബൽ പാത്ത് ഒക്കെ എടുത്തു. അതൊക്കെ പ്രിന്റ് ആയി വരുന്നുണ്ട് കറക്റ്റ്. കറക്റ്റ് ഇതാണ് ഞാൻ എങ്ങനെയാ ചെയ്തേക്കുന്നത്. അപ്പൊ രഞ്ജിത്തിന്റെ 0, 1, 2 അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രൊസീഡ് 3 ആയിട്ട് ലേബൽ ആയിട്ട് വരുന്നുണ്ട്. കാര്യങ്ങൾ നമ്മുടെ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ആവുന്നുണ്ട്. പിന്നെ ഞാനിത് 3 ഞാൻ എടുത്തിട്ടുള്ളൂ. 13 ലേബൽസേ ഉള്ളൂ, 13 പിക്ചേഴ്സേ ഉള്ളൂ.
ഓക്കെ ഓക്കെ. ഞാൻ അതൊന്ന് ട്രെയിൻ ചെയ്തു. ഇവിടെയാണ് ഞാനത് പ്രൊഡക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിലാണ് എൻ്റെ മെയിൻ, ഇത് റൺ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ട്രെയിൻ ഇങ്ങനെ വരും. ഇവിടെ എന്നിട്ട് കറക്റ്റ് അതെ ഉണ്ണി, ഐ മീൻ ചിലയിടത്തൊക്കെ അങ്ങനെ പ്രിന്റ് ആയി വരുന്നുണ്ട്. അത് മേ ബി നമുക്ക് ആ ബോക്സസിന്റെ സൈസ് ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമേ. നമ്മൾ ഒരിക്കൽ ചെയ്തില്ലായിരുന്നോ? അതായത് നമ്മള് മിനിമം ഇത്ര സൈസ് ഉണ്ടെങ്കിൽ മാത്രം ഡിറ്റക്ട് ചെയ്താൽ മതി എന്നുള്ളത്. ആ ഫേസിന്റെ ഇതിനകത്തേക്ക് ഫേസിന്റെ കാസറ്റ് ഫയല് ഞാൻ ഇങ്ങനെയാ എടുത്തത്, റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെയാ ഐഡന്റിഫൈ ചെയ്തെടുത്തത്. അല്ല അവിടെ കണ്ടോ ആ ഫേസസ് എന്ന് പറയുന്ന ആ വേരിയബിൾ അല്ലേ മോളില്, അതിലേക്ക് ഒരു മിൻ സൈസ് എന്ന് പറഞ്ഞൊരു 5 ആണ്. വിൻഡോ സൈസ് മിൻ സൈസ് പേര്. അതെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ താഴെ ഒരു ചെറിയ റെക്ടാംഗിൾ ഇപ്പൊ ഡിറ്റക്ട് ചെയ്തില്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി കിട്ടും. ഓ ശരി ശരി, അത് ഞാൻ കൊടുത്തില്ല. ഞാൻ ഈ നെയ്ബേഴ്സ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ച് റെഫർ ചെയ്തിരുന്നു. അപ്പൊ അതില് എല്ലാത്തിലും മെയിൻ ഇമ്പോർട്ടൻസ് പറയണത് ഈ സ്കെയിൽ ഫാക്ടറും മിനിമം മിൻ നെയ്ബേഴ്സാ. അപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. കറക്റ്റ് പ്രൊഡിക്ഷൻ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ചെയ്ത് നോക്കിയതാ, പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അപ്പൊ പിന്നെ മറ്റേ ഇതിൽ ഇത്ര ഉള്ളൂ ഡെമോ. ഇത് കറക്റ്റ് ഞാൻ എന്തായാലും പ്രോഗ്രാം അത് കറക്റ്റ് ആവുകയാണെങ്കിൽ സാധനം ഞാൻ അയച്ചു തരാം. കാരണം എനിക്ക് എല്ലാവരുടെയും ഡിറ്റക്റ്റ് വരുന്നുണ്ട്, പക്ഷെ ഫോട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല. പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, അത് ശരിയാവാത്തോണ്ട്. ഇത് നെക്സ്റ്റ് ഒരെണ്ണം ഞാൻ ചെയ്തത് പൈച്ചാമായിരുന്നു. മറ്റേ രണ്ടാമത്തെ പ്രോഗ്രാം ഞാൻ അത്ര നോക്കിയില്ല. ആ ഒരു സ്ട്രീറ്റിന്റെ ആളുടെ കൗണ്ട് കണ്ടുപിടിക്കുന്നല്ലേ. സിമിലർ ആണ്. നമുക്ക് അവിടെ വേണ്ടത് ഹൗ ടു യൂസ് ആ ഒരു ഫുൾ ബോഡി കാസ്കേഡ് ഫയൽ വേണം യൂസ് ചെയ്യാൻ വീഡിയോയിൽ. ഓക്കെ. ഇത് ഞാൻ കുറച്ച് എനിക്ക് ആ ലോജിക്കൽ മനസ്സിലായ പോലെ കുറച്ച് സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ഇതായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ബാക്കി കിട്ടാത്തത്. ഞാൻ ആ മറ്റു പ്രോഗ്രാം ഇന്നലെ തന്ന ഒരു പ്രോഗ്രാം അല്ലേ, മറ്റേ നമ്മുടെ കാർഡ്സിന്റെ ഡീറ്റെയിൽസ്. അത് ഞാൻ ഇവിടെ വെച്ച് കുറച്ച് സ്റ്റക്കായി. ഞാൻ ഓൾറെഡി വാല്യൂ എടുത്തു വെച്ചിട്ട് വാല്യൂ ഓൾറെഡി എടുത്ത് ചെയ്തു വെച്ചിട്ടാണ് നോക്കിയത്. ഇതാണ് എൻ്റെ കണ്ടീഷൻ ഞാൻ കൊടുത്തത്. ഹലോ, ഇതാ ഞാൻ കണ്ടീഷൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ റോയിലേക്ക് അപ്പൻഡ് ചെയ്തിട്ട് ആ റോ ഞാൻ നമ്മുടെ ഫയൽ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലേയേഴ്സ് ഡീറ്റെയിൽസ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ക്രോപ്പ് ചെയ്തെടുത്ത ഇവിടെ ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് വന്നത്. അത് കുറെ ഡേറ്റ ഇങ്ങനെ 6 ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടാവുന്നില്ല ഓരോ ടൈമിലും. അപ്പൊ 6ന്റെ വാല്യൂ അങ്ങനെ അപ്പൻഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഫയലിലേക്ക് കുറെ വാല്യൂസ് ഒറ്റയടിക്ക് എൻ്റർ ആവും. ആദ്യം ഒരു 10 എണ്ണം ജസ്റ്റ് ആ ഉള്ള വാല്യൂസ്, പിന്നെ ഒരു കുറച്ചധികം വാല്യൂസും കൂടെ ഇങ്ങനെ എൻ്റർ ആയി വരിക. അപ്പൊ ഞാൻ പിന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ കൊടുത്തു ഒന്നുകൂടെ. ഓവർറൈറ്റ് ചെയ്യല്ല ചെയ്യുന്നുണ്ടായില്ല. അപ്പൊ അതങ്ങനെ കൊടുത്തു. ഇല്ല, ഇപ്പൊ ഞാൻ എൻ്റർ ചെയ്തപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അത് കുറച്ച് ഡിലീറ്റ് ചെയ്തായിരുന്നു. ഒരു ഔട്ട്പുട്ട് ഫയല് ആദ്യം എനിക്ക് കുറെ വാല്യൂസ് എൻ്റർ ചെയ്യായിരുന്നു, പിന്നെ ഈ ലാസ്റ്റത്തെ ഒരു വാല്യൂ എൻ്റർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിതില് ഈ ഒരു ഇതില് ഈ വാല്യൂ ഇല്ലേ, ഈ DEF എന്നുള്ള ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും എനിക്ക് ഇത് കിട്ടും, 76 എന്നുള്ളത് കിട്ടും,
പക്ഷെ DF എന്നുള്ളതൊന്നും കയറുന്നുണ്ടായില്ല. ഓക്കെ ഓക്കെ. അത് എനിക്ക് തോന്നുന്നു അത് ചിലർക്ക് ചില ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ എന്റെ സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇഷ്യൂ വന്നപ്പോ ഞാൻ ആ പൈത്തൺ ഒക്കെ റീഇൻസ്റ്റോൾ ചെയ്തു. അതിനുശേഷം എനിക്ക് ഇന്നലെ കിട്ടുന്ന അത്രയും വാല്യൂസ് കിട്ടുന്നില്ല. അപ്പൊ അതെന്താന്ന് എനിക്കും അറിയില്ല. അപ്പൊ ഞാൻ ഓൾറെഡി അതിനുള്ളൊരു കോളം ഞാൻ കണ്ടോ ഇവിടെ ഞാൻ ഓൾറെഡി ഫീൽഡ് നെയിംസിൽ ഹെഡർ ഇത്ര റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടാത്ത വാല്യൂസ് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് വന്ന വാല്യൂ കുറച്ച് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ റൺ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഡാറ്റ എന്തോരം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് എത്ര സമയം എടുക്കും? ഒരുപാട് സമയം എടുക്കും? ഒരുപാട് സമയം എവിടെ വെച്ച് ഇന്നലെ രാത്രി കുറച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താണുള്ള. ഞാനത് റൈറ്റ് ചെയ്യണത് ഇവിടെ എഴുതിയിട്ടുണ്ട്. റൈറ്റ് റോസ് എഴുതിയിട്ടുണ്ട്. എന്തോരം കയറിയിട്ടുണ്ടാവും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ കുറേ ഡേറ്റ എൻ്റർ ചെയ്യണോണ്ട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് നോക്കിയതായിരുന്നു. ഇപ്പൊ ഈ ഹെഡർ മാത്രമേ ഉള്ളൂ. ചില വാല്യൂസ് ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഇതുണ്ട് ഇതുപോലെ കയറിയത്. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. നിറച്ച് വാല്യൂസ് ഇങ്ങനെ ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു. കുറെ അപ്പൻഡ് ചെയ്ത് ഇപ്പൊ ഞാനത് പിന്നെ കുറച്ച് മോഡിഫിക്കേഷന് വേണ്ടി നോക്കി. എന്റെ ഒരു സജഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ റൈറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു ഡാറ്റ ഫ്രെയിമിലേക്ക് വല്ലതും സേവ് ചെയ്തിട്ട് അവസാനം റൈറ്റ് ചെയ്യാൻ കുറെ ടൈം ലാഭിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മുടെ റൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കല്ലേ. നമ്മൾ ഫയൽ സിസ്റ്റത്തിലേക്കാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഒത്തിരി ടൈം കൂടുതൽ എടുക്കുന്ന പ്രോസസ്സാണ്. എന്താ ഓരോ റോ ആയിട്ടാണ് റൈറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ. അതിന് പകരം ആ ഓരോ റോയെ എടുത്ത് ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് കീപ്പ് ചെയ്തിട്ട് ഈ ലൂപ്പിന് ശേഷം ഒരുമിച്ച് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം റൈറ്റ് നടക്കുള്ളൂ. വെച്ചാൽ അത് ബെറ്റർ ആണ്. പക്ഷെ അതിനകത്തൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പൊ സപ്പോസ് 100 ഇമേജ് ഉണ്ട്, 95ാമത്തെ ഇമേജിൽ അത് ഫെയിൽ ആയെന്ന് വിചാരിക്കാം നമ്മുടെ പ്രോഗ്രാം. അപ്പൊ എന്താ പ്രശ്നം? 95 ഇമേജ് പോകും. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് കഴിയുമ്പോൾ റൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡേറ്റ മിസ്സിംഗ് വരത്തില്ല. സോ രണ്ട് രീതിയിലും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അല്ലെങ്കിൽ മറ്റേതിൽ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് റൈറ്റ് ചെയ്യാം. ഒരു 10 എണ്ണം വരുമ്പോൾ റൈറ്റ് ചെയ്യാം. അങ്ങനെ വല്ലതും ചെയ്യാം. കാരണം സമയം നമുക്ക് ഡാറ്റ ഫ്രെയിമില് ഓരോ റോസ് നമ്മൾ എടുത്തിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് റോ എടുത്തിട്ട് റോ അങ്ങ് എൻ്റർ ചെയ്ത് കൊടുക്കാം അല്ലെ. റോ റൈറ്റ് ചെയ്യാം. അപ്പം ഒരുമിച്ച് റൈറ്റ് ചെയ്യണം ഒരു 10 എണ്ണം വെച്ചെങ്കിലും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രോസസ്സ് കുറയും. കാരണം ഓരോ പ്രാവശ്യം റൈറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഇൻ ദ സെൻസ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്രോസസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഡിസ്ക് ഓപ്പറേഷൻസ് ഇത്തിരി കൂടെ വലുതാണ്. ഇതിപ്പോ ഇവിടെ ഞാൻ ചെയ്തത് ഇപ്പൊ പ്രിന്റ് ചെയ്തേക്കുന്നത് ഈ XY ഇതാണ് പ്രിന്റ് ചെയ്തേക്കണേ. ഇപ്പൊ എനിക്ക് വന്നേക്കുന്നതാണ് ഇത് ഇത്രയും കാര്യങ്ങൾ. 76 CAM അക്വസ്റ്റ 81 PAC ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണതിന്റെ ഒരു പ്രശ്നമാണ് വന്നത്. അത് കാരണം ഇവിടെയൊക്കെ കണ്ടോ ഈ പോർഷനൊക്കെ എങ്ങനെ കളയണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു സ്ലാഷ് പോലെ എനിക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. സ്ലാഷ് അല്ല, ഓറില്ലേ, ഓർ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ചെയ്യുമ്പോ തന്നെ ടെക്സ്റ്റിൽ കുറെ കാര്യങ്ങള് എക്സ്ട്രാ ഉണ്ടല്ലോ. അതൊക്കെ പക്ഷെ അതെല്ലാം ഏത് നമ്മുടെ ഇതല്ലേ മുകളിലെ ഡിക്ഷണറി വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ എടുത്തേ. പക്ഷെ എനിക്ക് ആദ്യമേ എൻ്റർ ചെയ്തപ്പോ അതെല്ലാം എൻ്റർ ആയിരുന്നു. ആ ഒരു ഇതൊക്കെ ഒരു കുറച്ച് കോഡ്സ് സിംഗിൾ കോഡ്സിലൊക്കെ ഞാൻ പിന്നെ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ നോക്കി. പക്ഷെ ശരിയായില്ല. ഈ ഒരു കോഡ് ഓക്കെ ആണോ? ഇത് വെച്ച് വർക്ക് ചെയ്യണ്ടല്ലേ? ഇതല്ല, ഈ കണ്ടീഷൻ കോഡ് മാത്രം ഒന്ന് ചെക്ക്. ഇത് ഞാൻ ഇങ്ങനെ എഴുതല്ല ചെയ്തത്. പിന്നെ സാറിന്റെ കോഡ് കണ്ടപ്പോഴാണ് ഈ X1 X2 എന്നുള്ള ഒരു ഐഡിയ എനിക്ക് പോയത്. അല്ല, ഈ ലെഫ്റ്റ് 0 ലെഫ്റ്റ് 1 ലെഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ഇവിടെ ഈ ലെഫ്റ്റ് കോർണർ അല്ല. അപ്പൊ ലെഫ്റ്റ് ഓഫ് 2 നടത്തേക്കുന്നത് എന്താ? രണ്ടാമത്തെ ഐഫിനകത്ത് ഇതല്ലേ ലെഫ്റ്റ് ഓഫ് 2 എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ XYWH എന്നല്ലേ? അപ്പൊ അവിടെ നമ്മള് സോറി അവിടെ അത് മാറിപ്പോയില്ലേ? അവിടെ മാറിപ്പോയി. അവിടെ ടോപ്പ്. ശരി. അതുപോലെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ.
ഓക്കെ, അല്ല ദാറ്റ്സ് ഫൈൻ. അതേ ഉള്ളൂ. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്ത ഈ റോ റീഡ് ചെയ്യണേ. അതാണെങ്കിൽ കോഡ് കുറയുന്നു. കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്, ആൻസർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റോ പോലെ ചെയ്തത്. ലെഫ്റ്റ് ഓഫ് സീറോ അല്ലല്ലോ ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ശരിക്കും അവിടെ നമ്മുടെ ഡാറ്റ ഫ്രെയിമിന്റെ അല്ലേ ചെക്ക് ചെയ്യണ്ടേ? നമ്മുടെ ഡാറ്റ ഫ്രെയിം ഏതായിരുന്നു? അതല്ല, സോറി, ഡാറ്റ ഫ്രെയിം അല്ല, നമ്മൾ മുകളിൽ ഡിക്ഷണറി ഉണ്ടാക്കി വെച്ചിട്ടില്ല. ആ ഡിക്ഷണറിയുടെ വാല്യൂ ആയിട്ടല്ലേ ചെക്ക് ചെയ്യണ്ടേ? ലെഫ്റ്റിലെ വാല്യൂ ആയിട്ടല്ലല്ലോ. അതായത് എക്സ് വൈ ഡബ്ല്യു എച്ച് നമ്മളിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ആയിട്ടാണ് നമ്മൾ ആ വാല്യൂ ആയിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അതിന്റെ പേരെന്താ? ഡിഫോൾട്ട് ഡിക്ഷണറി ഞാൻ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് ഡിഫോൾട്ട്. അപ്പൊ അതിന്റെ അത് ലൂപ്പോടെ വേണ്ടി വരും, കാരണം ഓരോന്നും എടുക്കണ്ടേ. അതാണ് അവിടെ ഉള്ള ഒരു മിസ്റ്റേക്ക്. നമ്മൾ ഡിഫോൾട്ട് ഡോട്ട് വാല്യൂസിൽ ചെയ്താ പോരെ? ഡിഫോൾട്ട് ഡോട്ട് വാല്യൂസിൽ ചെയ്താൽ മതി. ഡിഫോൾട്ട് ഡോട്ട് വാല്യൂസിൽ. ഓക്കേ. പക്ഷെ എന്താ ഡിഫോൾട്ട് ഡോട്ട് വാല്യൂസിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ കീയും കൂടെ കൊടുത്താലേ ഉള്ളൂ നമുക്ക് അത് ഏതാണ് റീഡ്. ഇപ്പൊ സ്കോർ ആണ് റീഡ് ചെയ്തതെന്ന് മനസ്സിലാവണ്ടേ? അത് കീയിലല്ലേ ഉള്ളൂ. ഓക്കേ. ഇവിടെ ഇതില് സ്കോർ. ഞാൻ ചെയ്തത് റീഡ് ചെയ്ത സാധനം തന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്യാ ചെയ്തേ. അപ്പം എന്തായാലും കിട്ടില്ല. പക്ഷെ എനിക്ക് ആദ്യം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്തോളൂ, കംപ്ലീറ്റ് ആയില്ലായിരുന്നു എനിക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യില്. ഓക്കെ, ദിസ് ഈസ് ഫൈൻ, കുഴപ്പമില്ല. നല്ല അറ്റംപ്റ്റ്, ഇറ്റ്സ് ഗുഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിട്ട് ഫീൽ ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂസ് കേസ് ചെയ്യാന്ന് പറഞ്ഞു തന്നെ. അതാണ് എനിക്കറിയാം, എളുപ്പമല്ല. പക്ഷെ കാരണം നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാം, നമുക്ക് കോഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ചില കോംപ്ലക്സിറ്റീസ് നമ്മൾ വിട്ടുപോകും. അപ്പൊ ഇതെനിക്കും തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു തോന്നലിലേക്ക് വരും. പക്ഷെ ഇത് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഒരു ഹാൻഡ്സ് ഓൺ ചെയ്യാൻ നമുക്കൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ. സോ ദിസ് ഇസ് ഫൈൻ. ഇനി ഉണ്ടോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇഫ് യു ഹാവ് ടു ഷോ സംതിങ് ആൻഡ് എന്തെങ്കിലും കോഡിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ നമുക്കൊരു ഓവറോൾ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് നാളെ മുതൽ ഞാൻ ആർട്ടിഫിഷ്യൽ ANN ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പം ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ കുറെ ഡീപ് ലേണിംഗ് പ്രോഗ്രാംസ് ഒക്കെ പോയി. അപ്പം ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗിറ്റിൽ ഉണ്ടായിരുന്നൊക്കെ ഞാൻ പുഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇപ്പൊ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ റിവ്യൂ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ എനിവൺ എൽസ് ഹാസ് സംതിങ് ടു ഷോ? ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇപ്പൊ പ്രസിദ്ധ കാണിച്ച പോലെ ലൈക്ക് ഇഫ് യു ഹാവ് എനി ഇഷ്യൂസ് ഓർ ബ്ലോക്കേഴ്സ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഓവറോൾ ഈ കോഡ് വേറെ ആൾക്ക് കാണുമ്പോൾ അവർക്കൊരു അങ്ങോട്ട് മ്യൂച്വലി ഒരു പലരും പല രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവുകയും ചെയ്യും. ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. ഹലോ, കിട്ടിയല്ലേ? ഓക്കെ. ഇപ്പൊ കറക്റ്റ് പ്രസിദ്ധാന്ന് വന്നു. അവിടെയൊക്കെ അമ്മാന്നും കാണിക്കുന്നുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതാ ബോക്സിന്റെ സൈസ് ഒന്ന് മിനിമൈസ് ചെയ്താൽ മതി. ഒരു മിനിമം ഒരു 50x50 ഇല്ലാത്ത ബോക്സ് എടുക്കണ്ട എന്നുള്ളൊരു കണ്ടീഷൻ സൈസിനകത്ത് ഒരു 3 പേരുടെ കറക്റ്റ് ആയിട്ട് വന്നു. അത് കുറച്ചുകൂടി ഇമേജ് ആയി കഴിയുമ്പോൾ ബെറ്റർ ആവും കേട്ടോ. ഹലോ, വേറെ ആരും ഇല്ലേ?
ഹലോ ഹലോ, മിന്നൂല്ലേ? ഹലോ, ബാക്കിയുള്ളവരൊക്കെ സ്റ്റാറ്റസ് എന്താണ്? കഴിഞ്ഞിരുന്നോ അതോ നോട്ട് സ്റ്റാർട്ടഡ് ആണോ അതോ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ? ഇഷ്യൂസ് ആണെങ്കിലും കഴിഞ്ഞാണെങ്കിലും ലെറ്റ്സ് ഡിസ്കസ്. നോട്ട് സ്റ്റാർട്ടഡ് ആണെങ്കിൽ ലെറ്റ്സ് നോട്ട് ഡിസ്കസ്. സാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ പാത്തിന്റെ ഞാൻ പറഞ്ഞില്ല, അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇഷ്യൂ അതെന്താ ശരിയായെന്ന് എന്തോ ശരിയായെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയില്ല. ഞാൻ അടുത്ത ദിവസം തൊട്ട് പിന്നെയും പോയി. ഒന്നെടുക്കുവോ? നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് വേണം നോക്കാം എന്താണ് ഇഷ്യൂ. ഇപ്പൊ ഇതില് ആക്ച്വലി സ്പൈഡറിൽ ചെയ്തപ്പോ എനിക്ക് പിന്നെ മറ്റേ ഇമേജിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ലൈക്ക് അത് പ്രിന്റ് ആയി വരുന്നില്ല, റീഡ് ആവുന്നു. പാത്തിന്റെ പ്രശ്നമാണ്. അല്ല, അത് ഞാൻ ആ ഫയലിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തിരുന്നോ? അത് കൊടുത്തിരുന്നു. അത് അത്രയും എല്ലാം ഓപ്പൺ കൂടി ആണെങ്കിൽ ആയിരുന്നില്ല. ഒന്ന് ഷെയർ ചെയ്യോ? മേ ബി ക്വിക്കായിട്ട് ഒരു കഴിഞ്ഞാൽ. ഈ സ്ലാഷിന് കൊടുക്കുമ്പോ പാത്തിലാണ് എന്തോ പ്രോബ്ലം മനസ്സിലായി. ഓക്കെ, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. സ്ലാഷ് ഇട്ടു പ്ലസ് എക്സ് കൊടുത്തു. ആ ഇമേജ് പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല. പ്രിന്റ് IMG വന്നില്ല. ഇല്ല, അതെ സെയിം എററിൽ വന്നിട്ട്. ഇനിയിപ്പോ ആ ഫയലിന്റെ ലൈക് റീസൈസ് കമാൻഡിന്റെ വല്ല തെറ്റാണോ എന്നറിയില്ല. പക്ഷേ ഈ അഞ്ജന എന്നുള്ള സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ഒരു മിനിറ്റ്, അത് കറക്റ്റ് ആണല്ലേ? പാത്ത് ഞാൻ കോപ്പി ചെയ്തു. മേ ബി ഒരു കാര്യം, അല്ല പ്രിന്റ് ആവുന്നില്ല, ഇമേജേ പ്രിന്റ് ആവുന്നില്ലല്ലോ. പ്രിന്റ് ആവുന്നില്ല. ഡിസ് ഡയറക്ടറിക്കകത്ത് ആ ഫുൾ പാത്ത് ഒന്ന് കൊടുത്തു നോക്കി. മറ്റേ യൂസേഴ്സ് സ്റ്റാറ്റ്സ് വരെ ഉള്ളത്. ഒരു മിനിറ്റ്, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അല്ല, താഴെ ഉണ്ട്, താഴത്തെ കോഡിലുണ്ട്, IMGക്കകത്തുണ്ട്. അത് താഴെ IM63 ഉള്ളത്. ഒന്ന് റൺ ചെയ്ത് നോക്കി. കണ്ടോ? അത് തന്നെയാ വരണേ. സെയിം 1 2 3 എറർ. മാറ്റി കൊടുത്തു. ഈ മറ്റേ ഡബിൾ സ്ലാഷ് കൊടുത്തു നോക്കിയോ? ഡബിൾ സ്ലാഷും കൊടുത്തു നോക്കി അല്ലേ? ഹലോ, കൊടുത്തു നോക്കി. അപ്പോഴും സെയിം ഇത് തന്നെയാ വരുന്നത്. അപ്പൊ ഇവിടുത്തെ സ്ലാഷിന്റെ എണ്ണം കൂടുന്നല്ലാണ്ട്. 6 ഒഴിവാക്കിയിട്ട് ഡബിൾ സ്ലാഷ് കൊടുത്തു നോക്കി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മൊത്തം പാത്തിനും ഡബിൾ സ്ലാഷ് കൊടുക്കണ്ടേ? അപ്പൊ മൊത്തം പാത്തിന് ഡബിൾ സ്ലാഷ് കൊടുക്കണം. മുമ്പിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ, ബാക്കാണ് മാത്രം കൊടുത്താൽ മതി. സ്ലാഷ് ആണേ അവിടെ ഓറിന്റെ ഇതാ വന്നേക്കുന്നത്. ഇപ്പൊ കിട്ടി. അല്ല, അത് മുകളിലായിരിക്കും എറർ. ആ ലൂപ്പിന്റെ അവിടെ മുകളിലത്തെ ലൈനില് OS.dis ഡയറക്ടറിയിലും അത് തന്നെ കൊടുക്കാം. പക്ഷെ ഇതിപ്പം ഓട്ടോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ. ഇത് സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഈ U202 ഇത് തന്നെയാ വരുന്നത്. എല്ലാരും പാത്ത് ചെക്ക് ചെയ്യണം എന്നൊക്കെ തന്നെയാ പറയുന്നത്. പക്ഷെ ഇല്ല, എല്ലാ രീതിയിലും കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു നോക്കി. ആറും കൂടെ ഒന്ന് കളഞ്ഞു നോക്കി.
ഒരു മിനിറ്റ്, ഇനി ഇതിനകത്ത് വേറെ ഡൗട്ട് ഉണ്ട്. ഈ കറണ്ട് പാത്ത് എടുക്കാൻ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവും? OS ഡോട്ട് ഞാൻ നോക്കിക്കോട്ടെ. കറണ്ട് ഡയറക്ടറി ഇൻ പൈത്തൺ. ഒരു കാര്യം ചെയ്ത് നോക്കൂ. ഒരു ഇമ്പോർട്ട് OS കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ചെയ്താൽ മതി. ആ കൺസോളില്ലേ, കൺസോൾ ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലൈൻ 7 അവിടെ ഇമ്പോർട്ട് OS കൊടുക്കുക. ഇമ്പോർട്ട് സ്പേസ് എന്നിട്ട് OS ഡോട്ട് ഗെറ്റ് CWD എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഗെറ്റ് കറന്റ് വർക്കിംഗ് ഡയറക്ടറി. സർ ഒരു മിനിറ്റ്, വോയിസ് ബ്രേക്ക് ആണ്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കുറച്ച് ബ്രേക്ക് ആയി പോയി, ഒന്നുകൂടി പറയാമോ? OS ഡോട്ട് ഗെറ്റ് CWD കറന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നുള്ള CWD ഗെറ്റ് CWD ഒരു പാരാന്തസിസ് ഉണ്ട്. CWD ഓക്കെ. അല്ലല്ല, ഇത് വേണേ ഫംഗ്ഷൻ ആണ്. അവിടെ ചെയ്യാൻ പറ്റില്ല, അടുത്ത ലൈൻ ചെയ്താൽ മതി. കമാൻഡ് അല്ലേ? അത് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു നമ്മുടെ ലൂപ്പിൽ പോയിട്ട് നമ്മുടെ ഇതില്ലേ അതിനകത്ത് സ്റ്റാറ്റ്സ് മാത്രം കൊടുക്കുക. ഏതാ ലൈൻ 62-ല്. ഓക്കെ. ഇനി അവിടെ പോയിട്ട് ഇമേജിന്റെ അകത്ത് അവിടെ ഇത് കൊടുക്കൂ. OS ഡോട്ട് ഗെറ്റ് CWD പ്ലസ് // എന്ന് കൊടുത്തു നോക്കിയേ. അതൊന്ന് കളഞ്ഞിട്ട് മേ ബി ആ ലൈൻ വേണേ ഒന്ന് കമന്റ് ചെയ്തിട്ടോ. കാരണം ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കോപ്പി ചെയ്യാൻ പോകണ്ടേ. ആ ലൈൻ കമന്റ് ചെയ്തിട്ട് പുതിയൊരു ലൈനായിട്ട് IMG ഒന്നുകൂടെ ഒന്ന് റൈറ്റ് ചെയ്താൽ മതി. സോ IMG is equal to get CWD പ്ലസ് /. പക്ഷെ അപ്പോ സ്റ്റാറ്റ്സ് എന്നുള്ള ഫോൾഡർ വരില്ലല്ലോ. അല്ലല്ല, ഓക്കെ. അപ്പൊ അതുകൂടെ കൊടുക്കണം. സ്റ്റാർട്സ് അതുകൂടെ കൊടുക്കേണ്ടി വരും. യെസ്, അത് പ്ലസിനകത്ത് സ്റ്റാർട്സ്. അല്ല, പ്ലസിന് മുമ്പ് ആ സ്റ്റാറ്റ്സിന്റെ കൂടെ ഒരു 2 ബ്ലാക്ക് സ്ലാഷ് കൂടി ഇട്ടോ. സ്റ്റാറ്റ്സിന്റെ കൂടെ അവിടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. 2 പ്ലസ് വേണേ അത് കഴിഞ്ഞ് 2 ബാക്ക് സ്ലാഷ് കിട്ടോ അതിനകത്ത് തന്നെ. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. നമുക്ക് പിന്നെ അവിടെ പേര് കൊടുത്താൽ മതി. അല്ല, ഞാൻ പറഞ്ഞ അത് വേണമെങ്കിൽ +X കൂടെ കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കി. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ഫയൽ യെസ് വരുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമാറ്റിക്കൽ തന്നെ അങ്ങ് എടുത്തു കഴിയുമ്പോൾ പ്രശ്നം മാറുന്നുണ്ട്. അപ്പൊ അത് എന്താ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് ഒരു സൈഡിൽ ഫസ്റ്റ് സോൾവ് ചെയ്തിട്ട് തിരിച്ച് താഴെ എത്തിയപ്പോ പിന്നെയും പോയി. അത് കാരണം സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഓക്കെ, ഇമേജിന്റെ SRC ഇമേജ് റീഡ് ആവുന്നില്ലേ? ഇമേജ് റീഡ് ആവുന്നുണ്ടാവുമായിരിക്കും. മേ ബി നമുക്ക് ഇനി ആ പ്രിന്റ് ഇമേജ് മാറ്റിയിട്ടേ ഇമേജ് ഒന്ന് പ്രിന്റ് ചെയ്യുമോ? അപ്പൊ നമുക്ക് ആ അറേ കാണാമല്ലോ. അവിടെ അല്ല, അതിന് ശേഷം അവിടെ പ്രിന്റ് ചെയ്ത കാര്യമില്ല. കാരണം അതിന് ശേഷം നമ്മൾ റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള ലൈനിലാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് കോപ്പി ചെയ്ത് കട്ട് ചെയ്ത് താഴെ കൊണ്ടു, അല്ലെങ്കിൽ അത് അടിക്കും. ഇവിടെ അല്ലേ? അല്ല, അത് കറക്റ്റ് ആണ്. അതാ ഇമേജിന്റെ അറേ വരുന്നത്. അത് വരുന്നുണ്ടല്ലോ.
അപ്പം ഇമേജ് റീഡ് ആവുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ എറർ അടിച്ചേ? റീസൈസ് ചെയ്തതാണ്. റീസൈസ് ചെയ്തതാണ് എറർ അടിച്ചത്. റീസൈസ് റിമൂവ് ചെയ്ത ഇപ്പൊ എല്ലാം ഒരേ സൈസ് ആണല്ലോ. എല്ലാം ഒരേ സൈസ് അല്ലേ? അങ്ങനെ റീസൈസ് ലൈൻ 68 കമന്റ് ചെയ്താൽ മതി. ലൈൻ 68 കമന്റ് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്, 69ലേക്ക് ഇമേജ് വേണം പാസ് ചെയ്യാൻ. റീസൈസ് വേണം. ഞാൻ ചോദിക്കുന്നത്, ആ ഫോൾഡറിൽ ഇമേജ് അല്ലാതെ ഏതെങ്കിലും ഫയൽസ് ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. പാത്ത് ഇഷ്യൂ ഉള്ള കാരണം എല്ലാം ഇങ്ങനെ സെയിം ഫോൾഡറിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആക്സസ് ആവുന്നുള്ളൂ എല്ലാം. സോ os.path get എടുത്തു കഴിഞ്ഞാൽ ഓക്കേ. താഴേക്ക് പോയി വേറെ എന്തെങ്കിലും ഈ എറർ ഫയലോ? ഇല്ല, അത് കാലിയാണ്. അതിൽ വേറെ ഒന്നുമില്ല. ഇവിടെ ഗ്രേ ഇമേജ് എറർ അടിച്ചു. അത് ആ ഇമേജ് റീഡ് ആവുന്നത് പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. മേ ബി ആ പ്രിന്റ് IMG അല്ലേ, IMG ഒന്ന് ഇട്ട് കൊടുത്തേ നമുക്കറിയാം ഏത് ഫയൽ റീഡ് ചെയ്തപ്പോൾ ഏത് ഫയൽ വരെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തെന്ന് IMG കൊടുത്താൽ അറിയാൻ പറ്റുമല്ലോ. ഇമേജ് മാറ്റിയിട്ടേ IMG കൊടുത്താൽ, അല്ലെങ്കിൽ പ്രിന്റ് X കൊടുത്താലും മതി. നമുക്ക് ആ ഫയൽ നെയിം മാത്രം കിട്ടിയാൽ പോരെ, പാത്തിന്റെ ആവശ്യമില്ലല്ലോ. കണ്ടോ, അവിടെ കണ്ടോ എന്തോ സ്റ്റക്ക് ആയിട്ടുണ്ട്. നോക്കിയ മുകളിലേക്ക് പോയി അവസാനം വന്ന പേരേതാ നോക്കി, എററിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം. അതെന്താണ് ഇതൊക്കെ, അതെവിടുന്ന വന്നേ? അങ്ങനെ ഒരു സാധനം അതിനകത്തുണ്ടോ നോക്കി? ഇല്ല. ഉറപ്പാ? അത് കണ്ടോ, അത് ആ ഫോമാറ്റ് എന്തായാലും റീഡ് ചെയ്യില്ല, അവിടെയാണ് എറർ അടിക്കുന്നത്. പക്ഷെ അതെന്താ, അതെവിടുന്ന് വന്നത്? ഇത് കഴിഞ്ഞിട്ടാണത്, പക്ഷെ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഓക്കെ, അത് ചിലപ്പോ വല്ലോ ഈ ഹിഡൻ ഫയൽ വല്ലോ വരുന്നതായിരിക്കാം ചിലപ്പോ. അങ്ങനെ എനിക്കറിയത്തില്ല. അപ്പൊ വേണേ നമുക്ക് ഒരു കണ്ടീഷൻ കൊടുക്കണം. ഏതാണ് ഈ ഇമേജ് അല്ല, ഏത് PNG സെറ്റ് ചെയ്യണം. PNG ആണോ കമ്പയർ ചെയ്യുന്ന ഒരു സാധനം കൊടുക്കണം. അതൊന്നും എടുക്കോ, ആ 4x in os.dis ഡയറക്ടറി ഇല്ലേ, അതിന്റെ ഉള്ളില് ഒരു ഇഫ് കണ്ടീഷൻ എഴുതുക. ഇഫ് x.ends with അല്ല ends എങ്ങനെയാ സാർ ഒന്നുകൂടി പറയാമോ? x.ends with, x എന്നുള്ളത് ends with, അതിനകത്ത് നമുക്ക് .png കൊടുക്കാൻ പറ്റും. താഴെ ഉണ്ട് ends with, അതിനകത്തേക്ക് ഡബിൾ സ്ലാഷില് അതെ ends with എടുക്കുക, അതിനകത്ത് ഡബിൾ സ്ലാഷില് .png കൊടുക്കാം. PNG തന്നെയാണല്ലോ അല്ലെ, അതോ JPEG ആണോ? എല്ലാം PNG ആണ്. അത് ആ പരാന്തസിന് സ്പേസ് കൊടുക്കണ്ട കേട്ടോ, ഫംഗ്ഷന്റെ തന്നെ ആർഗ്യുമെന്റ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി. desktop.ini ഇഷ്യൂ പോകേണ്ടതാണ്. ഇത് എത്ര ഇമേജ്? 100 ഇമേജ് എന്തോ അല്ലേ? 100 എണ്ണം ഉണ്ട്. റീഡ് ആവുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് കഴിഞ്ഞു അല്ലെ, ഡിലൈറ്റ് ഡെസ്ക്ടോപ്പ് അല്ല, ഡിമരിയ വരുന്നത് ഡെസ്ക്ടോപ്പ് കഴിഞ്ഞാണ്. അപ്പൊ അത് കഴിഞ്ഞു. റൈറ്റ് നൗ ഇറ്റ്സ് വർക്കിംഗ്. ഇത് പ്രിന്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. ശരിക്കും ഞാൻ ഒരു 29 to 31 ആ സമയത്തിൽ തീരും 100 ഇമേജ്. അതാണ് ടൂൾസിന്റെ അഡ്വാൻറ്റേജ്. അതായത് നമ്മുടെ 100 ഇമേജ് നമ്മൾ മാനുവലി പ്രോസസ് ചെയ്ത 2 hours എടുക്കുന്നതാണ് നമ്മൾ വിത്തിൻ എ മിനിറ്റ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു 100 ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗുണം മനസ്സിലാവത്തില്ല. കാരണം ആ 100 ഇമേജ് റീഡ് ചെയ്യുന്ന സമയം നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കാൻ എടുക്കും.
അതെന്താ അവിടെയും ആ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫണ്ടമെന്റലി പാത്തിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താ ചെയ്യാ? അതെന്താ ചെയ്യാന്ന് എനിക്കും അറിയില്ല. അത് വിൻഡോസിന്റെ ആരുടെങ്കിലും ചോദിക്കേണ്ടി വരും. ഞാൻ വേണമെന്ന് ചോദിക്കാം. ആ ലൈൻ എനിക്കൊന്ന് അയച്ചിട്ടേക്കാവോ? ആ U2 എന്താണ് സാധനം 200 ASC വരുന്നത്. അതെന്താന്നുള്ളതൊന്നും അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഷ്യൂ മനസ്സിലാവും. എപ്പോഴും അങ്ങനത്തെ സാധനം വന്നിട്ടല്ലേ ഇഷ്യൂ അടിക്കുന്നത്? അതെ. യൂഷ്വലി വിന്നർ 1 2 3 ആണ് വരാറ്. ഇതിപ്പോ എറർ നമ്പർ 20. എറർ നമ്പർ 1 2 3 ആണ് വരാറ്. അത് കുഴപ്പമില്ല. ഇൻവാലിഡ് ആർഗ്യുമെന്റ് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അപ്പൊ അവിടെയും ഇതുപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് റൈറ്റ്. ആ DF ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ ചുമ്മാ കൺസോളില്. അയ്യോ, അപ്പൊ കോർഡിനേറ്റ്സ് പേര് കിട്ടിയിട്ടുണ്ട് ഒരുവിധം. അപ്പം പേര് കിട്ടിയിട്ടുണ്ട്. കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് പ്രോബ്ലം വിത്ത് കോർഡിനേറ്റ്സ് ആണ്. കാരണം പേര് നമുക്ക് കിട്ടിയില്ല ഒരുവിധം. എല്ലാം കിട്ടിയില്ലെങ്കിലും ടു ആൻ എക്സ്റ്റെന്റ് കിട്ടി. അത് നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ശരിയാവും. പക്ഷെ കോർഡിനേറ്റ്സ് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ളതിന്റെ. ഓക്കെ, ശരി. ഇത് നോക്കിയിട്ട് ശരിയാക്കാം. ആദ്യത്തെ ഒരു കോർഡിനേറ്റ് ഒന്ന് കാണിച്ച് എന്റേതുമായിട്ട് എന്ത് വേരിയേഷൻ മതി ഞാൻ നോക്കട്ടെ. പേസിന്റെ ആണെങ്കിൽ എന്റെ പേസ് എന്ന് പറയുന്നത് 135 570 205 634 ആണ്. അത് തന്നെയാണത്. ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, വ്യത്യാസമുണ്ട്. അതൊന്ന് കൊടുത്തു നോക്കോ. ഞാൻ പറഞ്ഞത് പേസിൽ മാത്രം 135 570 204 കുഴപ്പമില്ല. എനിക്ക് 205 ആണ്. ദാറ്റ്സ് ഫൈൻ. 634. അയ്യോ, പ്രിന്റ്. എവിടെ പേസേ ഇല്ല. അതവിടെ പോയി. കോൾ കിട്ടി. പേസ് കൊടുക്കാൻ പറഞ്ഞു. അല്ലല്ല, ഒരു മിനിറ്റ്. ഇതിലിപ്പോ എന്താ ചെയ്തേക്കുന്നത്? ഇമേജ് റീഡ് കോളംസ് സ്പെസിഫൈ ചെയ്തപ്പോ പേസിന്റെ കൊടുത്തിട്ടില്ലായിരുന്നു. അല്ല, അത് മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കും താഴത്തെ ലൂപ്പില് for x in list directory if ends with അതെടുക്കുന്നു. എല്ലാ ഇമേജ് എടുക്കുമല്ലേ? മൊത്തം ഇമേജ് ഒരുമിച്ച് എടുക്കല്ലേ? അല്ല, ഇതിൽ ഏത് ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ ത്രെഷോൾഡിങ്ങിന്റെ ചെയ്തത്. ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ആ മറ്റേ മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോർഡിനേറ്റ്സ് എവിടെ യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് എക്സ്ട്രാക്ട്. അതിനകത്ത് എവിടെ യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് എക്സ്ട്രാക്ട്. ഫോർക്കീൻ ആക്സസ് അല്ല, ആക്സസിനകത്ത്. ഓക്കെ. ഒരു ഡിക്ഷണറി ഒന്ന് അവസാനം വന്ന ഒരു ഔട്ട് എന്ന് പറയാം. ഔട്ട് ഒന്ന് പ്രിന്റ് ചെയ്യോ ചുമ്മാ? അവിടെ അവസാനത്തെ ഔട്ടില്ലേ CHന്റെ പ്രിന്റ് വേണമെന്നില്ല. കൺസോൾ ആയതുകൊണ്ട് ജസ്റ്റ് ഔട്ട് കൊടുത്താലും മതി. കണ്ടോ, അതിനകത്ത് നെയിം മാത്രമേ റീഡ് ആയിട്ടുള്ളൂ. നെയിം മാത്രമേ റീഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കൊടുത്ത മേ ബി അവിടെ പേസും കൂടെ കൊടുത്തു. അതുപോലെ ആ ആക്സസിനകത്ത് എന്തോ എറർ അടിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ 45ാമത്തെ ലൈനിൽ ഒരു അത്
ഡിക്ഷണറിയിലെ പേര് ആക്സസ് നല്ലേ? ഡിഫോൾട്ട് അല്ല, ഡിഫോൾട്ട് എന്നായിരുന്നു. ഓക്കെ, അതൊന്ന് മാറ്റി കൊടുത്തു നോക്കി. അല്ലല്ലോ, ഡെഫ്സ് ആണ്, DFS അല്ലേ? ആക്സസ് ഞാൻ കൊടുത്തു. അത് കൊടുത്തേ. അതുപോലെ ഈ ഷേപ്പ് റെഫറൻസ് 808 ഒക്കെയാണോ? 900 എന്തോ അല്ലേ? കറക്റ്റ് ആണോ അത്? അല്ല, റീസൈസ് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ആ ഇപ്പോഴും വന്നില്ല? എപ്പോഴും വന്നില്ല. അതാ കോർഡിനേറ്റ്സിന്റെ ഞാൻ സ്റ്റാർട്ട് കോർഡിനേറ്റ്സിന്റെ ആണ്. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ഇമേജും ഇതായിട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം എന്റെ ഇമേജിന്റെ സൈസ് അല്ല എന്നോട് കൊടുത്തേക്കുന്ന സൈസ്. ഓക്കെ, ഞാൻ മാറ്റി ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത് വർക്ക് ചെയ്യും, അത് ശരിയാക്കി കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, സോ യാ ഫൈൻ. സോ ബാക്കി വേറെ ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് നമ്മുടെ ഓപ്പൺ സിവിയുടെ പ്രൊജക്ട്സ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഓപ്പൺ സിവിയുടെ പ്രൊജക്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ട്സോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് നമുക്ക് ഇന്നത്തോടെ ഇത് കൺസോൾട്ടേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾ പ്രൊജക്ട്സ് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിരുന്നോ ആർക്കെങ്കിലും? മേ ബി അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ, പ്രൊജക്ട്സ് നോക്കിയിരുന്നോ? OCR-ന്റെ സർ അത് നോക്കി, പക്ഷെ കാര്യമായിട്ട് ഈ നമുക്ക് ഈ നമ്മുടെ ഇമേജിന് നമ്മുടെ ഇപ്പൊ ഈ സ്മൈലി ഇല്ലേ, സ്മൈലീസ് ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് അതിന്റെ എന്താ മീനിങ് എന്നുള്ളതൊക്കെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ വല്ലതും പറ്റുമോ? ഞാൻ വെറുതെ ക്യാരക്ടർ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ? സ്മൈലി പക്ഷെ എന്താ, സ്മൈലി ഒരു ഇമേജ് അല്ലേ, ടെക്സ്റ്റ് അല്ലേ? ഓപ്പൺ സിവി അല്ലേ വരുന്നത് സ്പെഷ്യൽ ക്യാരക്ടർ വെച്ചിട്ടോ? പക്ഷെ സ്പെഷ്യൽ ക്യാരക്ടർ നമുക്ക് ഇമേജിൽ കാണില്ലോ, ഇമേജിൽ ആ സ്മൈലി ആയിരിക്കില്ലേ കാണുന്നത്? അല്ലെ, എന്റെ ഒരു ഡൗട്ടാണ്. അപ്പൊ പ്യുവർ ഇമേജ് ആയില്ലേ? ഓപ്പൺ സിവി വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ചെയ്ത പോലെ ഇമേജ് ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ ചെയ്ത പോലെ അല്ല, ഞങ്ങളിങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്തപ്പോ ഇങ്ങനെ ഉദ്ദേശം ഇങ്ങനെ നമ്മുടെ FB-ലൊക്കെ ഇങ്ങനെ സെന്റിമെന്റൽ അനാലിസിസ് ചെയ്യില്ലേ, അതേപോലെ FB-ൽ ഇങ്ങനെ കുറെ സ്മൈലി ഇതൊക്കെ വരുമല്ലോ, ഓരോ എന്തെങ്കിലും ഒരു ടോപ്പിക്കിന് അവർ കമന്റ് ചെയ്യണത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചാണ്. പറ്റും, പക്ഷെ അത് മോർ ഓഫ് ഒരു ഇമേജ് ക്ലാസിഫിക്കേഷൻ മോഡലാണ്. നമ്മുടെ OCR യൂസ് ചെയ്യാം. അതിൽ നിന്ന് റീഡ് ചെയ്യുന്ന, അപ്പൊ അതിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്താലും അത് ഇമേജ് ആയിട്ടായിരിക്കും അല്ലേ? അതെ. ഓക്കെ, ശരി. പിന്നെ ഉള്ളത് നമ്പർ പ്ലേറ്റ്, അങ്ങനെയുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെ വന്നത്. അതാണ്, കുറെയൊക്കെ സിമിലർ ആണ്. കാരണം ഇതിന്റെ ഫണ്ടമെന്റൽ റിമെയിൻസ് സെയിം. നമ്മൾ ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി മാറുന്നില്ല. അപ്പൊ അതിനെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് കേസ് ഐഡന്റിഫൈ. സോ
പിന്നെ സാർ ഒരെണ്ണം ഇപ്പം ഞാൻ ടീച്ചിങ് ആയിട്ട് കമ്പയർ ചെയ്താണ്. നമുക്കിപ്പോൾ സ്റ്റുഡൻസിന്റെ ഇത് വരുന്നതേ റിസൾട്ട് വരുന്നത് PDF ആയിട്ടാ. ഓക്കെ. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു 10-40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ PDF റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ക്യാരക്ടർ തന്നെയാണല്ലോ റീഡ് ചെയ്യണേ. അതെ അതെ. എന്നിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ക്ലാസിന്റെ ഒരു ആവറേജോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് എക്സൽ സ്കോർ ഫയൽ ഉണ്ടാക്കാനല്ലേ? അങ്ങനെ എന്തെങ്കിലും. ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. കാരണം അതിനൊരു കുറച്ച് ഗുണങ്ങളുള്ളതാണ്. എല്ലാ PDF-ഉം വിൽ ലുക്ക് സെയിം. സെയിം ആണ്. എടുക്കാനൊന്നും ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ല. കാരണം ഞങ്ങൾ ചെയ്തോണ്ടിരുന്നപ്പോ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ഞങ്ങൾ മാനുവൽ ഇങ്ങനെ എൻ്റർ ചെയ്യണതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചിങ്ങനെ ആലോചിച്ചപ്പം നമുക്ക് അങ്ങനെ ഒരു ജസ്റ്റ് അത് ചെയ്യാം. പക്ഷെ അവിടെ ഒരു ചലഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു PDF-നെ ഒരു ഇമേജ് ആയിട്ട് മാറ്റുക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് പക്ഷെ അതൊരു വലിയ PDF സെപ്പറേറ്റ് ആയിട്ടും അല്ല പറഞ്ഞേ, ഒറ്റ PDF-ല് പല പല പേജസിൽ ഇങ്ങനെ ഓരോ സ്റ്റുഡൻസിന്റെ അപ്പൻഡ് ചെയ്താ പറഞ്ഞത്. അത് അവൈലബിൾ ആണ്, റെഡിലി നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ കിട്ടും. അത് നല്ലൊരു യൂസ് കേസാണ്. അതിനകത്ത് ആകെ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാനിപ്പോ പറഞ്ഞ പോലെ ഇമേജ് ആക്കാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അതിപ്പോ മാനുവലി ചെയ്താലും കുഴപ്പമില്ല, കാരണം ഒരു 1 ടൈം അല്ലേ. ഇപ്പൊ നമുക്ക് PDF ഓപ്പൺ ആക്കിയിട്ട് സേവ് ആസ് ഇമേജോ അങ്ങനെ അറിയില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമാറ്റിക്കലി തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇത് അറ്റൻഡ് ചെയ്യാം. നല്ലൊരു യൂസ് കേസ് ആണ്. അങ്ങനെ നമുക്കപ്പോ നെയിമും ജസ്റ്റ് ഗ്രേഡും പിന്നെ അതിന്റെ ഒരു കാൽക്കുലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് എന്താണോ അല്ലെങ്കിൽ ടോപ്പർ ആണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ. പിന്നെ എന്താണെന്നറിയോ, ഇപ്പൊ പ്രോഗ്രസ് കാർഡ് ആണെങ്കിൽ എന്റെ ഒരു ധാരണ മിക്കവാറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരു കളർ മാത്രമേ കാണുള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് വലിയ ഡിസൈൻ ഒക്കെ ഉണ്ടാവോ? ഇല്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ KTUന്റെ ഞാൻ കണ്ടേക്കുന്നത് അതില് എംബ്ലംസ് ഉണ്ട്. വാട്ടർ മാർക്കിംഗ് ഉണ്ടോന്ന് അറിയില്ല. വാട്ടർ മാർക്കിംഗ് കൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റീഡബിലിറ്റി കുറയും. അതാണ്. ഇപ്പൊ നമുക്ക് ഈ പ്ലേയേഴ്സിന്റെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഗ്രേ സ്കെയിലേക്ക് മാറ്റി അങ്ങനെ ചെയ്താലും കിട്ടില്ല. അതാണ്. അത് ചെയ്താൽ ബെറ്റർ ആവും. പക്ഷെ ഇപ്പം ഒരു പ്യുവർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് എഴുതുന്നതിന്റെ അത്രയും ഭംഗിയായിട്ട് കിട്ടണമെന്നില്ല. അതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഒരുപാട് ഡിസൈൻസ് ഓർ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിന് ഡിഫിക്കൽട്ടി കൂടി വരും. എന്നാലും ചലഞ്ചിങ് ഇൻ ദ സെൻസ് അത് നല്ലൊരു യൂസ് കേസ് ആണ്. നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ചിലപ്പോൾ വളരെ ആവശ്യമുള്ള ഒരു സാധനമായിരിക്കും അത്. ഉപയോഗം എനിക്കറിയില്ല, അതിപ്പോ ആ പ്രൊഫഷണൽ ഉള്ളവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ ഓവറോൾ സീംസ് ഗുഡ്. പക്ഷെ അതിന്റെയൊക്കെ സമ്മറി ഒക്കെ ഓൾറെഡി ഉണ്ടാവില്ലേ? ഇപ്പൊ യൂണിവേഴ്സിറ്റിന്നൊക്കെ അത് വരുന്നില്ല. അത് ഇങ്ങനെ തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിൽ സമ്മറി അത് അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് അറിയിക്കുക ചെയ്യണേ. പിന്നെ ഈ രാജഗിരിയിലാണോ ഇപ്പൊ രാജഗിരിയിൽ നിന്ന് മാറി മുത്തൂട്ടിലുള്ള ഒരാളുണ്ട്. പുള്ളി എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, സർവീസ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഹാഫ് ഡേ എടുത്തിട്ട് കംപ്ലീറ്റ് കോളേജിന്റെ KTUന്റെ അണ്ടറിലുള്ള എല്ലാ കോളേജസിന്റെയും ഇത് വരുമായിരുന്നു. അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ ഉണ്ട്, പക്ഷെ വേറെ മോഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് സർവീസ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടെങ്ങാണ്ടാണ് ചെയ്തേക്കുന്നത്. അത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് അതിന് ഇമേജിന്റെ ഒരു ഇതായിട്ടല്ല, ഇമേജ് പ്രോസസിംഗ് ആയിട്ടല്ലാന്ന് തോന്നുന്നു. പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ ഇമേജ് പ്രോസസിംഗിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതും ക്വസ്റ്റ്യൻ ആണ്. കാരണം അല്ലാതെ ഇപ്പൊ പുള്ളി ചെയ്ത പോലെ ചെയ്യാമെങ്കിൽ ഏതാണെങ്കിലും അത് ഹാഫ് ഡേ റൺ ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോളേജിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. കംപ്ലീറ്റ് ഓൾ കേരള. ഓക്കെ. സോ വേറെ എന്തെങ്കിലും ഉണ്ടോ യൂസ് കേസസ് ഷെയർ? നമുക്ക് പ്രൊജക്ട്സ് സർ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കോഡ്സ് വെച്ചിട്ട് ഇപ്പൊ പോസ്റ്റേഴ്സോ കോഡ്സോ വെച്ചിട്ട് അതിന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് അതിന്റെ സെന്റിമെന്റ് അനാലിസിസ് ചെയ്യാലോ? ചെയ്യാം. എഗെയിൻ അവിടെയുള്ളതിന്റെ ഇതിന്റെ ഒരു റിയൽ നീഡ് ഉണ്ടോ എന്നുള്ളതാണ് രാഹുൽ ഇതിന്റെ ക്വസ്റ്റ്യൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് OCR ചെയ്യാൻ വേണ്ടി OCR ചെയ്യണ്ട എന്നാണ് എന്റെ സജഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ദ പ്ലെയിൻ ടെക്സ്റ്റ്, നമുക്ക് ആ ടെക്സ്റ്റിന്റെ അക്യൂറസി 100% ആയിരിക്കും. പക്ഷെ നമ്മുടെ OCR ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ 100% ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഓൾറെഡി ഉള്ള ഒരു ഇൻഫർമേഷനെ നമ്മൾ ലൂസൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ടെക്സ്റ്റ് കിട്ടാത്ത സിനാരിയോ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എന്റെ ഒരു പേഴ്സണൽ സജഷൻ. പക്ഷെ നമുക്ക് ഫോർ എ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു. ഓക്കെ സർ.
ഇപ്പൊ ഞാനൊരു യൂസ് കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു അതായത് like if you are able to extract information from Aadhaar card or something, that can be a good use case. അവറോൺ ആധാർ അതായത് ഒരു ജനറിക് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ, അതായത് ആധാർ പലരും ഫോട്ടോ എടുക്കുന്ന പല രീതിയിലായിരിക്കും, അല്ല ഐ മീൻ പല സൈസിലായിരിക്കും. അപ്പൊ അതിനെ ഒരു റീസൈസ് ചെയ്യേണ്ടി വരും, ഒരു കോമൺ സ്കെയിൽ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ can you extract the number and all those information, at least the number, പ്രധാനമായിട്ട് നമ്പർ. ഓക്കേ. സർ അതിപ്പോ നമ്മളിപ്പോ ഈ ഫിഫ കാർഡ് ചെയ്ത പോലെ ഏകദേശം സിമിലർ ആയിരിക്കില്ലേ? അതെ 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 അതെ, ഇതെല്ലാം മോർ ഓഫ് സിമിലർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ. യെസ്. ഓക്കെ. ഞാൻ വെച്ചു ഇത് ഒച്ച കേൾക്കാത്തോണ്ട് ഞാൻ വിചാരിച്ചു സൗണ്ട് ഇല്ലാത്തോണ്ട് പോയത്. ഹലോ. യെസ്. നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ഡയറക്ടറീസ് ഉണ്ടാവില്ലേ ഓരോ പേഴ്സൺസിനും, അപ്പോൾ അത് ഓരോരുത്തരുടെയും ഡിജിറ്റലൈസ് അങ്ങനത്തെ മോഡൽ കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. ഓരോ ഹോസ്പിറ്റൽ ഹാൻഡ് റിട്ടൺ ആയിരിക്കോ അതോ? അതെ, മോസ്റ്റ്ലി ഹാൻഡ് റിട്ടൺ ആണ്. ഇപ്പോഴത്തെ ഒരു ചലഞ്ച് ആണ് അത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ളത്. അപ്പം അതാണ് ഹാൻഡ് റിട്ടന്റെ കാര്യത്തിൽ നമുക്ക് അക്യുറസിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, പക്ഷെ സ്റ്റിൽ വി ക്യാൻ ട്രൈ ദാറ്റ്. ഓക്കെ. സോ ആ യൂസ് കേസസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ നിങ്ങൾ? ലൈക്ക് ഇൻ കപ്പിൾ ഓഫ് ഡേയ്സ് മേ ബി നമുക്ക് എന്നിട്ട് അത് ഡു ദാറ്റ്. ഈ PDF റീഡ് ചെയ്യണമെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാൻ പ്രൊസീഡ് ചെയ്യണം.
യെസ് ട്രൈ ചെയ്യാം. അത് കിട്ടുമോന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. ട്രൈ ദാറ്റ്. ഓക്കെ. ഓക്കെ. സോ വേറെ എന്തെങ്കിലും യൂസ് കേസസ് ഓർ ഇത് ഔട്ട്പുട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ there is no new topics for the day. So നമുക്ക് നാളെ മുതൽ എന്തായാലും we'll continue the rest. ചോദിച്ചോട്ടെ? ഹലോ ഹലോ ഹലോ. സോ ആർക്കെങ്കിലും പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇഫ് എനിവൺ, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ കൺക്ലൂഡ് ചെയ്യാം. ബിക്കോസ് സർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്. നമ്മുടെ മറ്റേ കാർഡ്സിൽ നിന്ന് റീഡ് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ റീഡ് ചെയ്യണതില്ലേ, അതിൽ നമ്മള് ഹലോ അതിൽ നമ്മൾ എക്സും X1 എടുത്തിട്ട് അത് എക്സിന് X1 ഇടയിലുള്ളത് മാത്രമല്ല ചെക്ക് ചെയ്യണത്? എക്സിനും X1 ഇടയിലുള്ളതും വൈയുടെയും Y1 ഇടയിലുള്ളതും ഇടയിലുള്ള. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേറെ വാല്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടെ കയറി വരില്ലേ? വേറെ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കയറി വരും. പക്ഷേ നമ്മള് ക്രോപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ വാല്യൂസ് ഉണ്ടാവാത്ത രീതിയിൽ വേണം ക്രോപ്പ് ചെയ്യാൻ നമ്മൾ ആ കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ. ഓക്കെ, കോർഡിനേറ്റ്സിൽ അധികം കോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് ഇതാണ് എടുത്തേക്കണേ. പക്ഷെ ഈ എനിക്കിപ്പോ രണ്ടെണ്ണം കയറി, നെയിമിന് പകരം അതിനിടയിൽ വേറൊരു ഒരു വട്ടത്തിൽ ഒരു സിമ്പിളും കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഈക്വൽ ടു ഇട്ടാൽ കുഴപ്പമുണ്ടോ? അത് ചെയ്തു നോക്കിയപ്പോ ഒരു എക്സ് ഈക്വൽ ടു അല്ലല്ല, വെറുതെ എക്സ് ഈക്വൽ ടു നമ്മുടെ ഡിഫോൾട്ട് ഈക്വൽ ടു എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മാത്രമല്ല എടുക്കുള്ളൂ. നമുക്ക് ആ ഒരു റെക്ടാങ്കിൾ എല്ലാം വേണ്ടേ. അതായിരുന്നു ഡൗട്ട്. അത് ട്രൈ ചെയ്തു.
സോ നിങ്ങൾ ആ യൂസ് കേസസ് ഒന്നുകൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. എന്തായാലും നമുക്ക് നാളെ വി വിൽ ബി സ്റ്റാർട്ടിംഗ് ദ നെക്സ്റ്റ് ടോപ്പിക്. സോ ഇൻ പാരലൽ നമുക്ക് ആ പ്രൊജക്ട്സിൻ്റെത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇന്ന് ഞാൻ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാമേ. അപ്പൊ നിങ്ങൾക്ക് ഫുട്ബോളിന്റെ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റെഫർ മൈ പ്രോഗ്രാം. അതിലും 100% ഡാറ്റ ഒന്നും എക്സ്ട്രാക്ട് ആയിട്ടില്ല, ബട്ട് മോർ ദാൻ 90% ഓഫ് ദി ഇൻഫർമേഷൻ ആർ എക്സ്ട്രാക്റ്റഡ്. സോ നമുക്കത് വേണമെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ്. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ വിൽ കൺക്ലൂഡ് ഫോർ ദ ഡേ. സോ നാളെ വി വിൽ സ്റ്റാർട്ട് ആർട്ടിഫിഷ്യൽ ANN, CNN, RNN, ന്യൂറൽ നെറ്റ്വർക്ക് ടോപ്പിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വി ഹാവ് സം തിയറി ടു കവർ. അത് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഹാൻഡ്സ് ഓണിലേക്ക് പോവാം. ഓക്കെ, okay then let me conclude for the day. Bye bye. Okay, thank you. Yeah.